എല്ലാവർക്കും നമസ്കാരം. ക്യാറ്റ് പെർഫെക്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത് ലെയേഴ്സ് ടൂൾസിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഇതിന് മുന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ ലെയേഴ്സ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ലെയേഴ്സിനെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൂൾസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ ക്ലാസ്. അതിനെ ഞാൻ മാജിക് ടൂൾ എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ യൂസും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലോട്ട് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും. അപ്പോൾ സ്ക്രീനിൽ അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇവിടുത്തെ കുറച്ച് മെനൂസാണ്. ലെയേഴ്സിനെ കുറിച്ചിട്ടുള്ളൊരു മെനൂസാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് മുന്നേ ഫസ്റ്റ് ഞാൻ പറയുന്നു, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഈ ഒരു മെനു ഇവിടെ ഇല്ല, ഇതിന് റിബൺ മെനു എന്ന് പറയും. ഈ മെനൂസ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വിസിബിൾ അല്ല എങ്കിൽ നിങ്ങൾ എൻ്റെ കുറച്ച് മുന്നത്തെ വീഡിയോ ആയ മിസ്സിംഗ് മെനു എന്നുള്ള ഒരു എപ്പിസോഡ് കാണണം. എന്നിട്ട് അത് കണ്ട് ഈ ഒരു മെനൂസ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയുള്ളൂ. ഓക്കെ, അതെപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള മെനു ആണ് ഇത് ഒരുപാട് പഴയ കമ്പ്യൂട്ടർ വെർഷൻസിൽ ഉണ്ടാവില്ല. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ പുതിയ വെർഷൻസിലും ഒരു 2014 തൊട്ടിട്ടുള്ള എല്ലാ വെർഷൻസിലും നിങ്ങൾക്ക് ഈ മെനൂസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മറ്റൊരു കാര്യം, ഞാൻ ഇതിന് തൊട്ട് മുന്നത്തെ എപ്പിസോഡായ ലെയേഴ്സ് എന്നുള്ള എപ്പിസോഡ് കൂടി നിങ്ങൾ കണ്ടിരിക്കണം. കാരണം നമ്മുടെ ഇത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഡ്രോയിങ്ങിലത്തെ എല്ലാ ഐറ്റംസും ഞാൻ ലെയേഴ്സിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഡ്രോയിങ് ലെയേഴ്സിലായിരിക്കണം നിങ്ങളെപ്പോഴും സെറ്റ് ചെയ്യേണ്ടത്. പലരും ഒറ്റ ലെയറിലെല്ലാം വരച്ചു പോകും. അതൊരു നല്ല ഒരു പ്രവണതയല്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മെനൂസൊന്നും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം വളരെ യൂസ്ഫുള്ളും വളരെ ഈസി ആയിട്ടുള്ള മെനൂസാണ്. ഓക്കെ, അപ്പോൾ അതിലോട്ട് പോകാം. അപ്പോൾ ലെയേഴ്സ് എന്നുള്ള എൻ്റെ പ്രീവിയസ് എപ്പിസോഡ് കണ്ട് സെറ്റായിട്ടായിരിക്കും നിങ്ങളിപ്പോൾ വന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു മെനൂസിനെ കുറിച്ചാണ്. ഇതിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാജിക് ലെയേഴ്സ് എന്നാണ്, മാജിക് ലെയേഴ്സ് എന്നോ അല്ലെങ്കിൽ മാജിക് ടൂൾസ് എന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം ലെയേഴ്സിൻ്റെ. ഇതെൻ്റെ പേരാട്ടോ, ഓട്ടോക്കാട് ഇട്ടിട്ടുള്ള പേരല്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ആ പവർഫുൾ അല്ലെങ്കിൽ അതിൻ്റെ ഈസിനെസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കണ്ടൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. ഇനി ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഇത് ഓഫ് എന്നുള്ള ഒരു കമൻ്റാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾ ലെയർ ഓൺ. ഓക്കെ, അപ്പോൾ ഈ ഓഫ് എന്നുള്ള ഒരു ലെയർ ഒരു ബട്ടൺ എന്ന് അടിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഐറ്റംസിന്, ഇപ്പോൾ ഞാൻ ഇതിനെ ഓഫ് ചെയ്തു, ഇനി ഇതിനെ ഞാൻ ഓഫ് ചെയ്തു, കണ്ടോ? ഇങ്ങനെ ഓരോന്നും നമുക്ക് ഓഫ് ചെയ്ത് പോവാം ഈസി ആയിട്ട്. നിങ്ങൾക്ക് ഇതേമാതിരി ഈ ലെയർ പ്രോപ്പർട്ടി പോയിട്ടോ അല്ലെങ്കിൽ ഇവിടെ പുൾ ഡൗൺ മെനുവിൽ പോയിട്ടോ ഈ മെനുവിൽ പോയിട്ടോ നിങ്ങൾക്ക് അത് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കമാൻഡാണ് അത്, ഒരു ഷോർട്ട് കീ ആണ് അത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ലെയർ, അതായത് ഇപ്പം നമ്മളിപ്പോൾ പർട്ടിക്കുലർ ഒരു ആവശ്യത്തിനായിരിക്കുമല്ലോ ഇപ്പോൾ ഇതൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതടിച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ലെയർ ഓഫ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഓണായി വരും. ഓക്കെ, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ടേൺ ഓൾ ലെയർ ഓൺ, കണ്ടോ? ഓക്കെ, അപ്പോൾ ആ ഒരു ഷോർട്ട് കീ ആണത്. ഇത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഞാൻ ഇനി ഫ്രീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫ്രീസിലോട്ട് പോകുകയാണെന്ന് വെച്ചാൽ ഫ്രീസും ഇത് സെയിം സാധനം തന്നെ. നമുക്ക് പർട്ടിക്കുലർ ഐറ്റംസിന് ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കണ്ടോ, ഏതെങ്കിലും ഐറ്റം ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി വേ അതാണ് ഇതുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ചില ഇത് കഴിഞ്ഞിപ്പോൾ എനിക്കിപ്പോൾ ഫ്രീസ് ചെയ്തിട്ട് എനിക്ക് പർട്ടിക്കുലർ അതർ ലെയറിലാണ് വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതൊന്ന് കോപ്പി ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ ഈ ബട്ടൺ ഉണ്ടല്ലോ, ഓൾ ലെയർസ്, അതായത് എല്ലാം അൺഫ്രീസ് ആവും. കണ്ടോ, അത് ഏതൊക്കെ ഫ്രീസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം അൺഫ്രീസ് ആവും. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് നമ്മൾ കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് പർട്ടിക്കുലർ ഐറ്റം കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതപ്പോൾ തന്നെ അൺഫ്രീസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പോണത് ലോക്ക് എന്നുള്ള കമാൻഡിലാണ്. അതായത് ലോക്കെല്ലാം നിങ്ങൾ പഠിച്ച് കാണും. അപ്പോൾ നമുക്ക് പർട്ടിക്കുലർ ഐറ്റംസിനെ ലോക്ക് ഈസി ആയിട്ട് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഈ ലെയറിനോ ലോക്ക് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ
ഇനി ഞാനിത് ഇവിടെ അടിച്ച് എൻ്റെ ഡോർസിനെ ഞാൻ ലോക്ക് ചെയ്തു. അപ്പോൾ ഈ ലോക്ക് ചെയ്തതും അതിൻ്റെ യൂസും അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെന്നെല്ലാം ഞാൻ ലെയേഴ്സ് എന്നുള്ള ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ലോക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ആ ലോക്ക് ചെയ്ത ഐറ്റംസ് ഒന്ന് ഹൈഡല്ല ഒന്ന് ഫെയ്ഡ് ആയിട്ട്. ഓക്കെ, ബാക്കി എല്ലാതും നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കണം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു കമൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ അൺലോക്ക് ആവും. അൺലോക്ക് ആകുമ്പോൾ വേറൊരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ലെയറിനെയാണെന്നുണ്ടെങ്കിൽ ആ ലെയറിനെ സെലക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ അൺലോക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ 2 ലെയേഴ്സാണ് നമ്മൾ ചെയ്തത്. ആ 2 ലെയേഴ്സിന് ഞാൻ അൺലോക്ക് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമാൻഡാണ്. ഇതിന് മേക്ക് കറണ്ട്, അതായത് നമുക്കിപ്പോൾ ചിലപ്പോൾ ഇപ്പം എൻ്റെ ഇവിടുത്തെ 0 ലെയറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചില ആവശ്യങ്ങളുണ്ടാവും. എനിക്ക് ഈ ഒരു ഡോർസിനെ ആയിരിക്കണം എനിക്ക് കറണ്ട് ലെയർ ആക്കണം. അതായത് എനിക്ക് ഇവിടെ ഒരു ഡോർമൺ വരയ്ക്കണമെന്നോ അല്ലെങ്കിൽ അതിനോട് ഇതിനെ കോപ്പി ചെയ്ത് വേറെ എടുക്കാൻ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളതാണ് ഞാനിപ്പോൾ ഈ മേക്ക് കറണ്ട് ലെയർ. ഇതൊക്കെ ലെയറിൻ്റെ പ്രോപ്പർട്ടീസാണ്, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും മിക്കവാറും. ഇത് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ, ഇവിടെ ഡോർ എന്നുള്ള ആ ഒരു ലെയർ കറണ്ട് ലെയറായി. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഇത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും മാച്ച് ലെയേഴ്സ് ആണ്. ഈ മാച്ച് ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട്, ഇതിനെ മൊത്തമായിട്ട് നമുക്ക് ഈ ഒരു ലെയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അതായത് ആ ലെയറിൻ്റെ ഇതായിട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കമാൻഡാണ് മാച്ച് ലെയേഴ്സ്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് ഞാൻ സെലക്ട് ചെയ്തു. ആദ്യം ഞാൻ ഇതിനെ എൻ്റെ ഈ ഫർണിച്ചറിനെ, ഇതൊരു എക്സാമ്പിളാണ്, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇതിനെ സെലക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലെയറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെ ആയിട്ട് സെലക്ട് ചെയ്താൽ കണ്ടോ. അപ്പോൾ ഈ ഒരു ഫുൾ ഐറ്റം ഈ ലെയറിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ യൂസസ് ആണ് ഇപ്പോൾ ഇതിലുള്ളത്. ഇനി ഓക്കെ, ഞാൻ ഇതൊന്ന് അൺഡു ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഐസൊലേഷനാണ്. ഓക്കെ, ഇതാണ് ഇതിലത്തെ ശരിക്കും റിയൽ മാജിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഐസൊലേഷൻ ലെയേഴ്സിനോട്ട് നമുക്ക് ഇതിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടല്ലോ, ഇപ്പം നമുക്ക് പെട്ടെന്ന് ഇതിലത്തെ ചില കാര്യങ്ങൾ മാത്രം കോപ്പി ചെയ്യണം. അതായത് ഇപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഡ്രോയിങ് ഉണ്ട്. അപ്പോൾ അതിലത്തെ എനിക്ക് എല്ലാ വോളിനെ എടുത്ത് ഇങ്ങോട്ട് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഇവിടെ ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ലെയർ ലോക്കിങ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വോള് സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു, കണ്ട. അപ്പോൾ ആ ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്യുക, ആ പർട്ടിക്കുലർ ലെയറിനെ ഐസൊലേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വോൾ എന്നുള്ള ഐറ്റംസ് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് ഇതിനെ കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലെയറിലുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതോട് മറ്റൊരു കാര്യം കൂടി നമുക്ക് പരിചയപ്പെടുത്താം. ഇപ്പോൾ നമ്മൾ ഇത് പുൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, എല്ലാതും ലോക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഈ ലോക്ക് മെനു പോരെ ഇതിനെന്നുള്ളത്. ഈ ലോക്ക് മെനുവിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റം മാത്രമേ ലോക്ക് ആവുള്ളൂ, ബാക്കി എല്ലാതും അൺലോക്ക് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ പക്ഷേ ഈ ഐസൊലേഷൻ കേസിൽ മാത്രം നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. അതായത് ആ പർട്ടിക്കുലർ ലെയറിലുള്ള ഐറ്റംസ് മാത്രം ലോക്കാവാതെ ബാക്കി എല്ലാം ലോക്കാവും. ലോക്കൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് കമാൻഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐറ്റം മാത്രമേ ലോക്കാവുള്ളൂ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് എല്ലാ ലെയറും അൺഐസൊലേറ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ജസ്റ്റ് ഇതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, എല്ലാം അൺഐസൊലേറ്റഡ് ആയി. ഇതിൻ്റെ യൂസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പർട്ടിക്കുലർ ഐറ്റത്തിന് നമുക്ക് വേറെ കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോപ്പി എടുക്കുമ്പോൾ ഈ ബാക്കിയുള്ള എല്ലാ അതും ലോക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത ആ ഒരു ഇത് മാത്രമേ ഓൺ ആവുള്ളൂ. സപ്പോസ് ഇപ്പോൾ ഞാൻ മറ്റൊരു യൂസ് കൂടി ഇതിനോട് പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്കിപ്പോൾ ഇതിന്ന് ഞാൻ ഡയമെൻഷൻ കോപ്പി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനെ ഐസൊലേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ കോപ്പി കമാൻഡ് കൊടുക്കുന്നു. കോപ്പി കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ഡയമെൻഷനും മുഴുവൻ ഞാൻ കോപ്പി ചെയ്യണം. ഓക്കെ, അങ്ങനെ ഞാൻ കോപ്പി ചെയ്തു. ഞാനിത് ഈ പോയിന്റ് എടുത്ത് ഇവിടെ സെലക്ട് ചെയ്തു, കണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പർപ്പസുകൾക്കൊക്കെ ഈ ഐസൊലേഷൻ വെരി യൂസ്ഫുൾ ആണ്.
ഇത് എന്നിട്ട് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ഈസി ആയിട്ട് നമുക്ക് അതെല്ലാം അതേപോലെ തന്നെ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞു കണ്ടോ. അപ്പോൾ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് ഔട്ടർ ഡയമെൻഷൻസ് മാത്രമേ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻറ്റേർണൽ ഡയമെൻഷൻസും കൂടി ഉണ്ടെങ്കിൽ അത് കോപ്പി ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ ഈ ഐസൊലേഷൻ ഈസ് വെരി യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞതിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് കീ. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ബേസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐറ്റംസ് എല്ലാം ലെയേഴ്സിലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതേമാതിരി നമുക്ക് ഈസി ആയിട്ട് ഈ കമൻറ്റ്സ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റ്സ് എല്ലാം നല്ല ഐഡിയ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ചിലവർക്ക് ഇപ്പോൾ പഴയ കമ്പ്യൂട്ടറിലുള്ളവർക്ക് ഇതേ സെയിം ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഫോർമാറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലെയർ ടൂൾസ് കണ്ടോ, ഈ ലെയർ ടൂൾസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെയർ മാച്ച്, ലെയർ ഐസൊലേറ്റ്, ലെയർ അൺ ഐസൊലേറ്റ്, ലെയർ ഓഫ്, ഓൾ ലെയർ ഓൺ, ഈ അതിൻ്റെയൊക്കെ വേറെ അതർ ഓപ്ഷൻ ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതായത് ഈ പുൾ ഡൗൺ മെനുവിലും ഈ ഒരു ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ എനിക്ക് ഈ മെനു കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട, അവർക്കുള്ളതാണ് ഫോർമാറ്റിലുള്ള ലെയർ ടൂൾസ് കണ്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോസ് എൻ്റെ ക്ലാസ്സസ് എക്സ്പ്ലെയിൻ ചെയ്തെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യണം, എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിൽ പെർഫെക്റ്റ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്യുക, ഒരു നല്ല എക്സ്പേർട്ട് ആവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചത് തന്നെ, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരേക്കും ബൈ.